മകള്, ഉപ്പ, ഉമ്മ, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. ഈ 5 ആൾക്കാർക്ക് സ്വത്തുണ്ടാവുള്ളൂ. അവർ നമ്മളുമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാർ. അപ്പോൾ ഒരാൾ മരണപ്പെട്ടു, ഈ 25 ആൾക്കാർ അല്ലെങ്കിൽ 24 ആൾക്കാർ ബാക്കിയുണ്ടെങ്കിൽ സ്വത്ത് കിട്ടലാർക്കാണ്? 5 ആൾക്കാർക്ക്. മകൻ, മകള്, ഉമ്മ, ഉപ്പ, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. ഇതാണ് പെണ്ണുങ്ങൾ. ഇത് നമ്മൾ പ്രത്യേകം നോക്കേണ്ടത് എന്തില്ല, പെമ്മക്കളുടെ മക്കൾക്ക് സ്വത്തില്ല, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇല്ല. അതുപോലെ തന്നെ സഹോദരൻ്റെ പെൺമക്കൾ, അവർക്കും എന്തില്ല, സ്വത്തില്ല. സഹോദരന്മാരുടെ ആൺമക്കൾക്ക് കിട്ടും, പെൺമക്കൾക്ക് എന്തില്ല, കിട്ടില്ല. കാരണം എന്താണ്? ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് സഹോദരനുണ്ട്, സഹോദരൻ്റെ മകനുണ്ട്. ആ മകന് സ്വത്തെടുത്താൽ അത് അതേ കുടുംബത്തിൽ തന്നെ കറങ്ങി നടക്കും. ആ പൈസ, ആ സമ്പത്ത് അതേ കുടുംബത്തിലായിരിക്കും. ഇനി ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ഒരു